പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 11-ന് കേരളത്തിലെത്തും. എറണാകുളത്ത് നടക്കുന്ന NDA പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. റെയിൽവേയുടെ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ഈ അടുത്താണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത്. വികസന പദ്ധതികളൊപ്പം BJPയുടെ പരിപാടിയിലും പങ്കെടുത്തു. വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ? ഗോകുല, അതിനു മുമ്പ് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ, അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ആ ഒരു സമയത്ത് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 50 പേരുടെ പട്ടിക പ്രഖ്യാപിക്കാനാണ് BJP നീക്കം നടത്തുന്നത്. അത് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തിനായി കാക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി BJP ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരുന്നു. ഇതാ ഇപ്പോൾ വീണ്ടും അടുത്ത മാസം, അതായത് മാർച്ച് 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. മധ്യകേരളം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. എറണാകുളത്താണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട പരിപാടികളുണ്ട്. NDA പൊതുസമ്മേളനത്തെ എറണാകുളത്ത് അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം 7 മണിയോടെ മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവര സഭയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായി തമിഴ്നാട്ടിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. അതിനിടയിൽ കേരളത്തിലേക്ക് കൂടി വരുന്നു. അതൊരു രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി മാറ്റാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് BJPയുടെ പ്രകടന പത്രിക, NDAയുടെ പ്രകടന പത്രിക കൂടി പ്രധാനമന്ത്രിയെ കൊണ്ട് പ്രകാശിപ്പിക്കുന്ന കാര്യം പാർട്ടി ആലോചിക്കുന്നുണ്ട്. പ്രകടന പത്രിക പൂർത്തിയായാൽ അതുകൂടി, അതായത് പ്രകടന പത്രിക കൂടി ഒരുപക്ഷെ പ്രധാനമന്ത്രി പുറത്തിറക്കും. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.